ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലേക്കുള്ള ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇപ്പോൾ മെറ്റീരിയൽസ് ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മുടെ ബട്ടിപ്പടവ് പ്ലാന്റിൽ നിന്ന് നായിക്കാപ്പ് പ്ലാന്റിലേക്കുള്ള ലോഡാണ്. മഴക്കാറ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ, സൂര്യനൊന്നും കാണുന്നില്ല. മൊത്തം സൂര്യൻ ഇങ്ങനെ തുളച്ച് വരുന്നുണ്ട്, പക്ഷെങ്കിൽ എവിടെയും പ്രകാശമൊന്നും കാണാനില്ല. മൊത്തത്തിൽ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ചി നല്ല തകൃതിയായിട്ടുള്ള ലോഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഫസ്റ്റ് ലോഡുമായിട്ട് നേരെ ഒസങ്കടി എത്തിയിട്ടുണ്ട്. ഇപ്പൊ കാര്യമായിട്ടുള്ള തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്താ സ്ഥിതി ഒന്നും അറിയില്ല. മഴ നല്ല രീതിയിൽ ഉണ്ടാകുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ ആകാശമൊക്കെ മൊത്തത്തിൽ മൂടിക്കെട്ടിട്ടാണുള്ളത്. അപ്പൊ നമ്മുടെ അനീഷേട്ടൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പൊ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഴയൊന്നുമില്ല കേട്ടോ, പക്ഷെ നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട്. ഇവിടെയൊക്കെ സാധനം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ നമ്മുടെ മറ്റേ പ്ലാന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്. കാരണം മഴക്കാലത്ത് കർഷക യൂണിറ്റുകളിൽ നിന്ന് സാധനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പതേ ആ കാണുന്ന നമ്മുടെ ഭാരതി ചേട്ടനാണ് കേട്ടോ, നമ്മുടെ ഈ താർമിക്സ് പ്ലാന്റിന്റെ ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മുടെ ബട്ടിപ്പടവ് പ്ലാന്റിലേക്ക് മൂപ്പറും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഭാരതി. നമ്മുടെ മധുരയാണ് എൻ്റെ സ്ഥലം, പക്ഷേങ്കിൽ കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ താർമിക്സ് പ്ലാന്റിന്റെ മെയിൻ ഓപ്പറേറ്ററാണ്. ഇപ്പൊ നമ്മള് നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് ബട്ടിപ്പടവ് പ്ലാന്റിലേക്ക് പോവാണ്. അപ്പൊ അവിടെ നമ്മുടെ അണ്ണന് ഭാരതിക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലേ, മെയിൻ്റനൻസ്. അപ്പൊ പ്ലാന്റിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അതേപോലെ നമ്മുടെ അനീഷ് ചേട്ടനും ഇതേ ഒന്നും മിണ്ടാതെ ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രൈവിങ്ങിലാണ് മൂപ്പരുടെ ശ്രദ്ധ, അതാണ്. അങ്ങനെ നമ്മള് മോർത്താന കാര്യം നേരെ പട്ടിപ്പതവ് സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റൂമൊക്കെ ഇതുവഴിയാണ് പോകേണ്ടത്. ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. ഇനിയിപ്പോ എപ്പാണ് മഴ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കിത് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം പോവാൻ നമ്മുടെ പ്ലാന്റിലോട്ട്. അപ്പൊ നേരെ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ഇതുവഴിയാണ് നമ്മുടെ പ്ലാന്റിലോട്ട് പോകേണ്ടത്. അപ്പൊ സമയം ഏതാണ്ട് 10:15 കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളി പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ പ്ലാന്റിലോട്ട് പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ സ്ഥലങ്ങളാണ്. മൊത്തം മഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പായിരിക്കും. ഇവിടെയൊക്കെ ഇന്നലെ ക്രിക്കറ്റിന്റെ മാച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോവേണ്ടത്. ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുവഴി നേരെ അങ്ങനെ പോയാൽ മതി. അപ്പൊ നമ്മള് പ്ലാന്റിലെത്തി. നമ്മളെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ ഇറ്റാച്ചി ഇവിടെ നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതി അണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അണ്ണൻ ഇവിടെ ഇറങ്ങുകയാണ്. നമ്മുടെ പ്ലാന്റിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരോടും നമസ്കാരം പറഞ്ഞേക്ക്.
നമസ്കാരം പറയാം, ബൈ പറയാം. വായി അല്ലേ പറയാ അല്ലേ? അതാണ് പനീഷേട്ട വണ്ടി ഇറ്റാച്ചിന്റെ നമ്മളെ ശീത്തും വന്നിട്ടുണ്ട് കേട്ടോ. അതേ പിറകെ തന്നെ ഇറ്റാച്ചി ഓപ്പറേറ്റർ ഇതുവഴി നടന്നു വരുന്നുണ്ട്. ഇനിയിപ്പോ ലോഡ് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, ഫുഡ് കഴിക്കണം. കുറച്ച് ചളിയാവും. സ്റ്റോപ്പ്. നമ്മുടെ ഭാരതി അണ്ണൻ ഇറക്കി വിടൂ. ബാഗ് അപ്പൊ അണ്ണന്റെ വേഗം കൊടുത്ത് അണ്ണനെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. ബായ് അണ്ണ. അങ്ങനെ നമ്മുടെ ഭാരതി അണ്ണൻ പോയി. ഇനിയിപ്പോ പ്ലാന്റിന്റെ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. ഇപ്പോൾ നല്ല മെയിൻ ആളാണ് കേട്ടോ, നമ്മുടെ പ്ലാന്റിന്റെ മെയിൻ ഓപ്പറേറ്ററാണ്. എല്ലാ മെക്കാനിക് വർക്കും അറിയാം. മൊത്തം മെയിൻ്റനൻസ് വിത്ത് ഓപ്പറേറ്ററാണ്. അപ്പൊ നമ്മുടെ സെന്റും ഷിജിത്തും നമ്മുടെ ദിനിലാട്ടനൊക്കെ എല്ലാവരും ഒരുമിച്ച് എത്തിയത് എന്താണെന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമിന് എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടതാണ്. അതാണ് എല്ലാവരും ഒരുമിച്ച് വന്നത്. അപ്പൊ നമ്മുടെ ഷീത്ത് ഇതാ അപ്പൊ സുഹൃത്തുക്കളെ, ഷീത്ത് തനിക്കേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഷീത്തിന് എന്തോ ഒരു സങ്കടം പോലെ തോന്നുന്നുണ്ട് മുഖത്ത്. നമ്മൾ അനീഷേട്ടനായിട്ടുള്ള സംസാരത്തിലാണ്. എന്തായാലും നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കണം. അപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് വീണ്ടും നായിക്കാവ് പ്ലാന്റിലെത്തി റോഡുമായിട്ട്. കാരണം ഇപ്പം മഴയൊന്നുമില്ല, നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. വെയിലും ഇല്ല, മഴയും ഇല്ല. അല്ല അനീഷേട്ടാ? മൂകത അവസ്ഥ മൊത്തത്തില്. സൂര്യൻ വന്നാലാണ് നമുക്കൊരു കറക്റ്റ് വൈബ് കിട്ടുള്ളൂ. അനീഷേട്ടൻ ഗേറ്റ് പാസ് വാങ്ങാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗേറ്റ് പാസ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ലോഡ് കെട്ടിയതിനു ശേഷം ഇവിടെ ഫില്ലാക്കണം. എന്നിട്ട് ഇവിടെ തന്നെ കൊടുക്കണം കേട്ടോ. അതാണ് പരിപാടി. ഇപ്പൊ പ്ലാന്റ് ഒക്കെ നോക്കി ഒരു എന്താ പറയുക, ഒരു ഉണർവ് കിട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലൊരു മൂകത അവസ്ഥ. അപ്പൊ എന്നാൽ പോലും ഇവിടെ കോൺക്രീറ്റിന്റെ പരിപാടികൾ നല്ല രീതിയിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. രണ്ട് പ്ലാന്റ്, നമ്മുടെ രണ്ട് കോൺക്രീറ്റിന്റെ പ്ലാന്റും ഇപ്പൊ വർക്കിംഗ് ആണ്. ഇവിടെയൊക്കെ റെഡി മിക്സ് വണ്ടികൾ നിൽക്കുന്നത് കാണാം. എല്ലാ വണ്ടിയും ലോഡാക്കുന്നുണ്ട്. ഒന്ന് ഇത് ഇവിടുന്ന് ലോഡ് ചെയ്യുന്നു, അതേപോലെ ഈ പ്ലാന്റ് ഒന്ന് ലോഡ് ചെയ്യുന്നു. മൊത്തം പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു. JCB ഒക്കെ പ്ലാന്റിലോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ JCB ഒക്കെ ഇവിടെ നിന്ന് ഇളകി കഴിഞ്ഞു. ഈ കാണുന്ന കോൺക്രീറ്റ് പ്ലാന്റിൽ ബിന്നിലോട്ട് സാധനം നിറക്കേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ രഞ്ജിത്ത് ഏട്ടൻ്റെ വണ്ടിയാണത് ഈ വരുന്നത്. സാധനം കിട്ടിയത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പവർ വീനിൻ്റെ സ്വിച്ച്. ഗ്ലാസ് കാരി വരുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സുഹൃത്തുക്കളെ, മഴയൊന്നുമില്ല. പക്ഷേങ്കിൽ എന്താ, നമ്മളെ ചെറിയ പുഴയൊക്കെ മൊത്തം കര കവിഞ്ഞൊഴുകുകയാണ്. മൊത്തം എന്താ പറയുക, മൊത്തം കളറായിട്ടുണ്ട്. ഇങ്ങനെ ചളി വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു. പക്ഷെ നിലവിൽ നമ്മുടെ റോഡൊക്കെ നല്ല വരണ്ട് കിടക്കുകയാണ്. ഇന്ന് കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തില്ല. സുഹൃത്തുക്കൾ, നമ്മുടെ പ്ലാന്റ് ഒക്കെ ഇതേ കറങ്ങി തുടങ്ങി. ഇതൊക്കെ ഒന്ന് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബയ്യ ചെയ്ത് നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. മുകളിലൊക്കെ ലെവലാക്കിയതാണ് കേട്ടോ. ബോഡി അളവിലാണ് നമ്മുടെ സാധനം ഇവിടുന്ന് കയറ്റിക്കൊണ്ടു പോകുന്നത്. മഴയൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ലോഡ് തട്ടാൻ വേണ്ടി പോകണം. അപ്പം നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അടിപൊളി പച്ചപ്പുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇറങ്ങി നേരെ വിടുകയാണ്. അപ്പം സുഹൃത്തുക്കളെ, രാവിലെയൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വെയിലായിരുന്നു. ഇതേ സാധനം മൊത്തം മാറിയിട്ടുണ്ട്. മൊത്തം ഇരുട് പിടിച്ച് നിഗൂഢമായിട്ടുണ്ട്. സമയം എത്രയാണ് ചേട്ടാ പറഞ്ഞോടുത്ത്? സമയം കറക്റ്റ് 12:30 മണിയായി. 12:30 ഒരു കാഴ്ചയാണ് കാണുന്നത്.
മൊത്തം ഇരുട് പിടിച്ചിട്ടുണ്ട്. ഭീകരമായ വലിയൊരു മഴ വരാനുണ്ട് അല്ലെ, അതിഭീകരമായ അവസ്ഥ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോ നല്ല മഴയാണോ ഇത്, എന്താണ് വരുവാൻ പോകുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. നട്ടുച്ച 12:30 ഉള്ള ഒരു അവസ്ഥയാണിത്. ഇത്ര നേരം നല്ല വെയിലായിരുന്നില്ല, ഇത്ര നേരം കട്ടൊക്കെ വെയിലായിരുന്നില്ലേ? അതെ അതെ, നല്ല വെയിലായിരുന്നു. പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും പ്രകൃതി, ഇങ്ങനെ പടപടാന്നും പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ റോഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഇന്ന് രാവിലെ ഒന്നും കാര്യമായിട്ട് മഴയെ പെയ്തില്ല, നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോ എന്താവും, ഒരു പെയ്യലായിരിക്കും. ഇവിടുത്തെ മഴ എന്ന് പറയുന്നത് ഒരു ഒറ്റ പെയ്യലാണ്, ഒരു സ്വിച്ച് ഇട്ട പോലെ ഒരു പെയ്യലുണ്ട്. നമ്മളെന്തായാലും ഏതാണ്ട് കടമ്പാർ എത്തിയിട്ടുണ്ട് കേട്ടോ. വസങ്കടിക്ക് പോകുന്ന വഴി മഴ വേഗം തോരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. വേഗം 10 മിനിറ്റ് കൊണ്ട് തോരുന്നുണ്ട്. പക്ഷേ നമ്മളെ മഴ, ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി ജാസ്തിയാന്ന് തോന്നുന്നുണ്ട് അല്ലേ? മഴത്തുള്ളി കുറച്ച് കട്ടി, മഴത്തുള്ളി ഒരു ചരള് വാരി എറിയുമ്പോഴത്തെ ഒരു ഫീലിംഗ് അവിടുത്തെ. അതെ അതെ അല്ലേ? അങ്ങനത്തെ ഒരു മഴയാണ് ഇവിടെ പെയ്യുന്നത് ഇടയ്ക്ക്. അപ്പൊ നമ്മള് കടമ്പാർ എത്തിയിട്ടുണ്ട്. കടമ്പാറ് പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോവാണ്. പള്ളിയൊക്കെ കാണാൻ നല്ല അടിപൊളി രസമാണ് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഉപ്പള ഗേറ്റിനടുക്ക് എത്തിയ മഴ കിട്ടി, മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടക്കുള്ള മഴയാണ് കേട്ടോ. സൗണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ കാസർഗോഡ് മഞ്ചേശ്വരം ഉപ്പള ഭാഗത്തുള്ള അവസ്ഥ. രാവിലെ നല്ല വെയിലായിരുന്നു, ഇപ്പൊ നല്ല ഇടിവെട്ട് മഴ കേട്ടോ. ലോറിയൊക്കെ പോന്ന നോക്കി, വൈപ്പർ ഇട്ടിട്ട് പോലും നമ്മളെ ഫ്രണ്ടിലൊന്നും അങ്ങനെ ഇങ്ങനെ കാണുന്നില്ല. നല്ല ഹെവി ആയിട്ടുള്ള മഴയല്ലേ? നല്ല തുള്ളി, നല്ല വലിപ്പത്തുള്ള തുള്ളിയാണ്, നല്ല വെള്ളമാകുന്ന മഴയാണ്. ഇവിടെ ഈ സൈഡിലായിട്ട് ഇത് സ്റ്റെഡിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ മഴയായതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. നമ്മുടെ ഈ മഞ്ഞ വരക്കൊക്കെ മൊത്തത്തിൽ മഞ്ഞ തരത്തിലുള്ള സ്റ്റെഡ് വരും. സ്റ്റെഡ് എന്ന് പറഞ്ഞാൽ നമ്മള് റോഡിന്റെ മുകളിൽ വെക്കുന്ന റിഫ്ലക്ടർ. അപ്പൊ നേരത്തെ പോകുമ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നത്, നമ്മള് റോഡ് കട്ട് ചെയ്തിട്ട സ്ഥലമാണ്. ഇതൊക്കെ ഏതോ വണ്ടി തട്ടിയതാണ് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ കണ്ടോ മൊത്തം ഫുഡൊക്കെ കഴിച്ച വേസ്റ്റ് നമ്മുടെ റോഡിന്റെ മുകളിൽ, ഇതേ കണ്ടോ, റോഡിന്റെ മുകളിലാണ് ചാടിയിരിക്കുന്നത്. ആ, നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു റോഡിന്റെ വർക്ക് നടക്കുന്നിടത്ത്, ഇത്രയും നല്ലൊരു റോഡിന്റെ മുകളിൽ നടു റോഡിൽ തന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. വണ്ടിക്കാരായാലും ശരി, ആരായാലും ശരി, ഒരിക്കലും ശരിയായൊരു നടപടിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇത്രയും ഒരു വർക്ക് കഴിക്കുന്നൊരു വിവരം കണ്ടായിപ്പോയി. നമ്മൾ വേസ്റ്റ് ഒക്കെ നമ്മുടെ മെയിൻ റോഡിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി ചാടുന്ന പറഞ്ഞാൽ അത്രയും വലിയ മോശം പരിപാടി വേറെ ഇല്ല. പറഞ്ഞേ ഉള്ളൂ, സങ്കടമുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ നമ്മൾ ഇങ്ങനെയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ഇത് മഴ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മഴ തന്നെയാണ്. നമ്മളിതാ ഇപ്പൊ ഏതാണ്ട് ഉപ്പള ഫ്ലൈ ഓവറിന്റെ മുകളിലായിട്ട് കയറാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ഉപ്പള ഫ്ലൈ ഓവറിന്റെ മുകളിലൊക്കെ നല്ല ഇടിവെട്ട് മഴയാണ് കേട്ടോ. പെർമിറ്റ് ലോറിയൊക്കെ കണ്ടോ, നല്ല ഇങ്ങനെ മന്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഉപ്പള ബസ് സ്റ്റാൻഡൊക്കെ കാണാതെ കണ്ടോ, കുറച്ച് ബസ്സൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇപ്പം ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോവാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ലോഡൊക്കെ തട്ടി വന്നത് ഇവിടെയൊക്കെ ക്രെയിന് നമ്മുടെ സൈൻ ബോർഡിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പരിപാടിയും ഇവിടെ ഒരു ക്രെയിന് തൊട്ടടുത്തായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും നല്ല കാര്യമായിട്ടുള്ള പണിയാണ്. ഇപ്പൊ മഴയില്ല, എന്നാൽ പോലും ഇതാണ് അവസ്ഥ. ഇപ്പൊ സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുമ്പള ആരിക്കാടി കോട്ടയൊക്കെ ഇവിടുന്ന് നല്ല മനോഹരമായിട്ട് കാണാം. മൊത്തം പച്ചപ്പൊക്കെയാണ്.
അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ നമ്മുടെ പ്ലാനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ച് ഇതേ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ ലോഡാക്കി ഇടുകയാണ്. ഇത്രത്തോളം നിറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മറ്റ് വണ്ടികളൊക്കെ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഓരോ വണ്ടികളായിട്ട് പോയി തുടങ്ങും. ഇതിൻ്റെ കൈയുടെ വലിപ്പവും നമ്മുടെ വണ്ടിയും കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഇറ്റാച്ച് എത്രത്തോളം ഹെവിയാണെന്നുള്ളത്. ഇപ്പോൾ ദൂരെ നിന്ന് നമുക്ക് ഇതിൻ്റെ സൈസ് മനസ്സിലാവില്ല കേട്ടോ. ഇതേ കൈ അടുത്ത് വരുന്നവരാണ് നമുക്കതിൻ്റെ ഒരു സൈസ് മനസ്സിലാവും. കണ്ടോ, വണ്ടീൻ്റെ അത്രയും സൈസ് ഉണ്ട്. 2-3 ബക്കറ്റ് ഇടുമ്പോഴേക്കും ഇത് ഇത്രത്തോളം നിറഞ്ഞു. ഇപ്പോൾ കാർമേഘങ്ങളൊക്കെ ഇപ്പോൾ ഇരുണ്ട് മൂടിയിട്ടാണ് ഉള്ളത്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കണത്. അവസാനം ഒന്ന് മുകളിലൊക്കെ ലെവലാക്കുകയാണ് നമ്മുടെ ഇറ്റാച്ചി. കാർമേഘാണെങ്കിൽ തൊട്ടടുത്തത് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായി. ഇനിയിപ്പോൾ സൈഡിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് വീണ്ടും ലോഡ് തട്ടാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡ് അല്ലേ? നല്ല സാമ്പാറും ചോറും ഉണ്ടായിരുന്നു. പിന്നെ കേബേജിന്റെ വറവ് പേരി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പേരക്ക ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികൾ ഇതേ ലോഡ് തട്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ലോഡ് തട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ മരത്തിന്റെ പരിപാടിയൊന്നും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതേ കണ്ട, ഇവിടെ ഒന്നും ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങള് ഫുഡിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് 2 പേരൊക്കെ വാങ്ങി. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കണം. അപ്പൊ ഊണ് കഴിഞ്ഞാല് ഒരു ഫ്രൂട്ട്സ് നമുക്ക് നിർബന്ധം അല്ലേ? അതെ. സുഹൃത്തുക്കൾ, നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. പച്ചപ്പ് നിറഞ്ഞ മൈതാനങ്ങളാണ് അധികവും. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, അതെ നല്ല ഇടിവെട്ട് മഴ വരുന്നുണ്ട്. കാർമയൊക്കെ നോക്കി, ഈ സൈഡിലൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ മോർത്താന ഏരിയ, പട്ടിപ്പടവ് ഏരിയ. ഞാൻ കാണിച്ചു തരാം. നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. മഴക്കാലമായാലും മൊത്തം പച്ചപ്പാണ് ഇവിടെ കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും ഒരുപാട് ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ മൈതാനങ്ങൾ കാണാം, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. ഈ കാർമേഘവും ഈ പച്ചപ്പൊക്കെ കാണാൻ നല്ലൊരു അടിപൊളി രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വീടൊക്കെ വരുന്നുണ്ട്. അടിപൊളി സ്ഥലത്താണ് വീടൊക്കെ വരുന്നത്. മഴക്കാറ് കണ്ട അലൻചേട്ടാ, അനീഷേട്ടാ മഴക്കാറ് കൊണ്ട് പകച്ച് നിൽക്കുകയാണ്. പേരൊക്കെ ഒന്ന് മുറിച്ച് തന്നാൽ കഴിക്കാൻ. അപ്പൊ ഇതാ പേരൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഇതൊന്ന് കട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി അതാണ്. അപ്പൊ നല്ല അടിപൊളി പേരൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ചോണ്ട് നമ്മള് മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങ് പോവാണേ. മഴ ഇപ്പൊ നല്ല ഇടി വെട്ടായിട്ട് കുറച്ചുകൂടി ഡാർക്ക് കൂടിയിട്ടുണ്ട് അല്ലേ മഴക്ക്? ചേട്ടാ പേരൊക്കെ കഴിച്ച് അടിപൊളി പേരക്ക. മധുരം ഉണ്ടോ? നല്ല മധുരമുണ്ട്. നല്ല അടിപൊളി പേരക്കാണ്. ഞങ്ങള് ഓർഗാനിക് ആയിട്ട് കണ്ടുകൊണ്ട് വരുന്ന വഴിക്ക് വാങ്ങിയതാണ്. കാറ്റൊക്കെ അടിച്ചു തുടങ്ങി കേട്ടോ നല്ലത്. ഇനിയിപ്പോ ഇടുങ്ങിയ റോഡിലൂടെയുള്ള വഴിയാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്, മൊത്തം ഇരുട് പിടിച്ചിട്ടുണ്ട്. ഈ കാട്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ. പേരൊക്കെ ഞാൻ ടേസ്റ്റ് നോക്കിയില്ല. നല്ല പേരക്കയാണ്, അടിപൊളി പേരക്ക. നല്ല മധുരമൊക്കെ ഉണ്ട്. മഴ നല്ല തകൃതിയായിട്ട് പെയ്തു തുടങ്ങിയത്. അമ്പോ മഴ എന്നെല്ലാം പറയുന്ന ഇത് എന്താ മഴ എന്ന് പറയാനാവുന്നില്ല. കാരണം മഴ പെയ്തിട്ട് തന്നെ ഇതേ നമ്മൾ ഗ്ലാസ്സിലൂടെ വെള്ളം ഒഴുകുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിലാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരു ചിറാപ്പുഞ്ചി പോയൊരു വൈബ് അല്ലേ അനീഷേട്ടാ? പക്ഷെ നമ്മള് ചിറാപ്പുഞ്ചി പോയിക്കില്ലാലോ. പറഞ്ഞു കേട്ടിട്ടും വീഡിയോ കാണിച്ചും അതാ പറഞ്ഞു കേട്ടിട്ടും വീഡിയോ കണ്ടിട്ടൊക്കെ ചിറാപ്പുഞ്ചിയിൽ അധികം മഴ പെയ്യുന്ന സ്ഥലമാണ് 24 മണിക്കൂറും. ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ഈ പട്ടിപ്പട മോർത്താൻ ഏരിയ ഒക്കെ കേട്ടോ. ഏതാ മഴ നിന്ന് കേട്ടോ, സ്വിച്ച് ഇട്ട പോലെ ഇവിടെ മഴ പെയ്യും മഴ നിൽക്കും, മഴ പെയ്യും മഴ നിൽക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് പവർ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ദേ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടേ. ഇവിടെയൊക്കെ കണ്ടോ വെള്ളം കണ്ടോ? ഇപ്പൊ പെയ്ത മഴയിൽ വന്ന വെള്ളമാണ് ഇതൊക്കെ. ഇപ്പൊ പവർ ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ മഴയുടെ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ ഒരു ഭംഗി അതൊരു പ്രത്യേക സുഖമാണ്. കർണാടകയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉപ്പള പുഴയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കലക്ക് വെള്ളം ഇങ്ങനെ തുരുതുരാ വന്ന അടിയാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ലോഡുമായിട്ട് നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ലോഡൊക്കെ തട്ടി കേട്ടോ. അതേ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മോർത്താനേക്ക് പോകണം. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ മോർത്താന വണ്ടി വെച്ച് വണ്ടി ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോകണം. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒത്തങ്കടി ഇങ്ങനെ വെയിറ്റിംഗിലാണ് കേട്ടോ. കാരണം സ്കൂൾ ടൈമാണ്, വണ്ടി എടുത്തു വിടാം. വണ്ടി എടുക്കണമെങ്കിൽ ഇനിയിപ്പോൾ 5 മണിയാവണം. സമയം ഏതാണ്ട് ഇപ്പോൾ 5 മണിയാവാറായിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. നമ്മുടെ ഫ്രണ്ടിലും അതുപോലെ നമ്മുടെ ഒരു വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് അടുത്ത വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമുക്ക് ഹൈവേയിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകണമെങ്കിൽ സ്കൂൾ ടൈമിന് ഓടാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഹൈവേ കൂടി ഓടി വന്ന വണ്ടിയാണ്. അപ്പോൾ കറക്റ്റ് 5 മണിയായാൽ മാത്രമേ ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല, നേരെ ഇനിയിപ്പോൾ വണ്ടി നമ്മുടെ പ്ലാന്റിൽ കൊണ്ടുവെക്കണം. നേരെ റൂമിൽ പോകണം. അനീഷാട്ടൻ്റെ ഇവിടെ നിൽപ്പുണ്ട്.